ഹായ്, നമ്മൾ 9th മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്പർ സിസ്റ്റം, ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്പേഴ്സ് എന്നതായിരിക്കും ഇങ്ങനൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം. നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് എല്ലാ സംഖ്യകൾ അഥവാ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പ്രായോഗികമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ കൂടി അതിന് ഒരു ശാസ്ത്രീയമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: നമ്പേഴ്സ് ആർ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഓർ മാത്തമാറ്റിക്കൽ ടൂൾസ് വിത്ത് characteristic symbols, okay, which are used to count or measure or compare, okay, as well as to do all sorts of mathematical operations. സംഖ്യകൾ എന്ന് പറയുന്നത് എണ്ണുന്നതിന്, പിന്നെ എന്തെങ്കിലും മെഷർ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുന്നതിന്, എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നതിന്, അതേമാതിരി താരതമ്യം ചെയ്യാൻ, ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അങ്ങനെയൊക്കെ പറഞ്ഞ് അത് വലുത് ഇത് ചെറുത്, അപ്പോൾ താരതമ്യം ചെയ്യാൻ, പിന്നെ കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വേണ്ട എല്ലാത്തരം ഗണിത പ്രക്രിയകൾക്കും ഉപയോഗിക്കുന്ന അടിസ്ഥാനമായ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ് അഥവാ ഉപാധി ടൂളാണ് സംഖ്യകൾ. സോ ഐ റിപ്പീറ്റ്, നമ്പേഴ്സ് ആർ mathematical properties or tools with characteristic symbols which are used for counting, measuring, comparing, and for doing all sorts of mathematical operations. Okay. ഇനി നമുക്ക് സംഖ്യകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. സംഖ്യകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എണ്ണുന്ന സംഖ്യകൾ 1, 2, 3, 4, 1, 2, 3, 4 അവയെ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സിമ്പിൾ n തന്നെയാണ്, നാച്ചുറൽ നമ്പേഴ്സ് n. ഇനി അതിൻ്റെ കൂടെ 0 കൂടി ചേർത്താൽ, ഈ 1, 2, 3, 4 നാച്ചുറൽ നമ്പറിനുള്ള അപ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി ചേർത്താൽ അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഇനി അതിൻ്റെ കൂടെ ഈ +1, 2, 3 എന്നുള്ളതിൻ്റെ കൂടെ അവയുടെ ഒക്കെ നെഗറ്റീവ് കൗണ്ടർ പാർട്സും കൂടി, അതായത് -1, -2, -3 എന്ന് കൂടി ചേർത്താൽ അതിനെ ഇൻറ്റിജേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്നത് നാച്ചുറൽ നമ്പർ n ആണ്. 0, 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്നത് ഹോൾ നമ്പേഴ്സ് w ആണ്. 0 +1 +2 +3 ഈ മൂന്നും അപ് ടു ഇൻഫിനിറ്റി ആണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അതിനെ ഇൻറ്റിജേഴ്സ് ഐ എന്നാണ് അതിൻ്റെ സിമ്പൽ. അവിടെ ഐ സിമ്പൽ വരാൻ കാരണം, സെഡ് എന്നാണ് സിമ്പൽ. അവിടെ സെഡ് സിമ്പൽ വരാനുള്ള കാരണം അത് എടുത്തിരിക്കുന്ന ഒരു ജർമ്മൻ വേർഡ്, സഹ്ലൻ എന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ് അവർ ആ സിമ്പൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ടു കൗണ്ട് എന്നാണ്. എന്തായാലും അങ്ങനെയാണ് അതിൻ്റെ സിമ്പൽ സെഡ് ആയി പോയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ഡിവിഷൻസ് ഒരുമിച്ച് ഓർമ്മ വയ്ക്കുക. ഓക്കെ. ഇനി വേറൊരു തരം ക്ലാസിഫിക്കേഷനിൽ സംഖ്യകളെ നമ്മൾ റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സ് എന്നും പറഞ്ഞാൽ, റേഷണൽ എന്ന വാക്ക് റേഷ്യോ അഥവാ കോഷ്യന്റ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. എനി വാല്യൂ ദാറ്റ് ക്യാൻ ബി പ്രസന്റഡ് ആസ് എ റേഷ്യോ p/q. ഓക്കെ. എനി വാല്യൂ ദാറ്റ് ക്യാൻ ബി represented as a ratio p/q where p and q are integers and also q not equal to 0 is called a rational number. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയെ p/q എന്ന രൂപയിൽ ഇതിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം. നേരിട്ട് ഇപ്പോൾ തന്ന രൂപത്തിൽ തന്നെ അത് p/q ആവണമെന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. പോരാത്തതിന് q 0 ആകാൻ പാടുകയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ 1/2, 1/3, 2/5 ഇതൊക്കെ തന്നെ റേഷണൽ നമ്പേഴ്സാണ്, നേരിട്ട് തന്നെ റേഷണൽ നമ്പറാണ്. എന്നാൽ 1, 2, 3, 4 എന്ന് പറയുന്നത് റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. എന്താ കാരണം? 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്, അല്ലെ 4/2 ആണ്, അല്ലെങ്കിൽ 6/3 ആണ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ ഇതിലൊക്കെ. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, അതൊക്കെ റേഷണൽ നമ്പേഴ്സ് ആയേ പറ്റൂ.
അപ്പോൾ ഇതൊക്കെ തന്നെ റേഷണൽ നമ്പേഴ്സാണ്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഒന്നും തന്നെ ഡിനോമിനേറ്റർ 0 അല്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ റേഷണൽ നമ്പേഴ്സ് ആണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. നെഗറ്റീവ് ആവാം. -1/2 റേഷണൽ നമ്പറാണ്, -2 റേഷണൽ നമ്പറാണ്, -3 റേഷണൽ നമ്പറാണ് അല്ലേ? കാരണം എന്താ, ഇൻഡിജേഴ്സ് എന്നാണ് പറഞ്ഞത്, നാച്ചുറൽ നമ്പേഴ്സ് എന്നല്ല. പിയും ക്യൂവും നാച്ചുറൽ നമ്പേഴ്സ് എന്നല്ല പറഞ്ഞത്, ഇൻഡിജേഴ്സ് എന്നാണെന്ന് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, റേഷണൽ നമ്പേഴ്സ് ആണ്. അവയുടെ സിമ്പൽ പൊതുവെ ക്യൂ എന്നാണ് പറയുന്നത്. ക്യൂ എന്നുള്ളത് കോഷൻ്റ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഇവിടെ നമുക്കൊരു സംശയം തോന്നുന്നത് 0 റേഷണൽ നമ്പർ ആണോ? 0 റേഷണൽ നമ്പർ ആയിരിക്കണം. കാരണം 0/2 0 തന്നെയാണല്ലോ. അപ്പോൾ 0യും റേഷണൽ നമ്പർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഇറേഷണൽ നമ്പർ എന്താ? ഇറേഷണൽ നമ്പറുകളെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലല്ലോ. ഇറേഷണൽ നമ്പറിന് നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് വാല്യൂ, ക്യൂബ് റൂട്ട് വാല്യൂ, അതൊക്കെ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്ത വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട്. ഇപ്പോൾ √2, √3, √4 പറ്റില്ല. കാരണം √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അത് റേഷണൽ നമ്പറാണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് അല്ലാത്ത വാല്യൂകളുടെ സ്ക്വയർ റൂട്ടുകൾ എല്ലാം, പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ റൂട്ടുകൾ എന്തായിരിക്കും? റേഷണൽ നമ്പർ ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്തത്, അതായത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്തത് √2, √3 എക്സെട്ര, അതൊക്കെ തന്നെ ഇറേഷണലാണ്. കാരണം അവയൊന്നും തന്നെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ. പിന്നെ പൈ എന്ന് പറയുന്നതും മാത്തമാറ്റിക്സിൽ പൈ എന്ന് പറയുന്നതും ഇറേഷണലാണ്. കാരണം നമ്മളതിനെ 22/7 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ്. സാധാരണ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ബൈ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ആണല്ലോ 22/7 നിയർലി എന്നാണ് പറയുന്നുള്ളൂ. കാരണം ഇത് രണ്ടും എക്സാക്ട് മെഷർമെൻറ്റ് സാധ്യമല്ല. ഒരു കണ്ടിന്യൂസ് വാരിയബിളും എക്സാക്ട് മെഷർമെൻറ്റ്, കൗണ്ടിങ് മാത്രമേ എക്സാക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഒരു മെഷർമെൻറ്റ്, ഒരു ഉപകരണം ഉപയോഗിച്ചുള്ള ഒരു മെഷർമെൻറ്റും പെർഫെക്റ്റ് എക്സാക്ട്നെസ്സോടെ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്ന് ശാസ്ത്രീയമായ കാരണങ്ങളാൽ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത് കൂടുതൽ ദശാംശ സംഖ്യകൾ നമുക്ക് കണ്ടുപിടിച്ചത് കൂടുതൽ കൃത്യമാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. ഒരിക്കലും പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പൈ എന്ന വാല്യൂ ഇറേഷണൽ സംഖ്യയായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ റേഷണൽ നമ്പേഴ്സ് ഇറേഷണൽ എന്ന് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഇതിന് രണ്ടിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആണ് എന്ത്? റേഷണലും ഇറേഷണലും. ഓർക്കുക, ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ ഹോൾ നമ്പേഴ്സ്, ഓൾ ഇൻഡിജേഴ്സ്, ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. പറഞ്ഞ മനസ്സിലല്ലേ? അതൊക്കെ തന്നെ റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെ ഈ റിയൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നമ്പർ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ, വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ടു ഇൻഫിനിറ്റി ഓൺ ബോത്ത് സൈഡ്സ്. Its center is 0, and to one side you represent all the positive values, to the other side, to the left side you represent the negative values up to infinity on both sides. അതിനാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. എല്ലാ റിയൽ നമ്പേഴ്സ് ഹാവ് ഡെഫിനിറ്റ് പോയിന്റ്സ് ഓർ പൊസിഷൻ ഓൺ ദ നമ്പർ ലൈൻ. ദ നമ്പർ ലൈൻ റെപ്രസെൻറ്റ്സ് ഓൾ ദി റിയൽ നമ്പേഴ്സ്. പറഞ്ഞാൽ മനസ്സിലായില്ല? ഇൻ സീക്വൻഷ്യൽ ഓർഡർ. അതാണ് ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇൻ എ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എ നമ്പർ ലൈൻ. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഓക്കെ. നമ്മൾ ഇപ്പോൾ എടുത്തിടത്തോളം ഭാഗത്തു നിന്നുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. ആദ്യം ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്നാമത്തത് നാച്ചുറൽ നമ്പേഴ്സ് ആർ ഓൾ പോസിറ്റീവ്. ശരിയാണ് അല്ലേ? ട്രൂ ആണ്. 2, ഹോൾ നമ്പേഴ്സ് ഇൻക്ലൂഡ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. തെറ്റാണ്. കാരണം ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3 അങ്ങനെയാണ്. 3, 0 is a whole number. ശരിയാണ്. 0, 1, 2, 3 ആണ് ഹോൾ നമ്പേഴ്സ്. 4, ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് കൗണ്ടിങ് നമ്പേഴ്സ് ഓൺലി. തെറ്റാണ് അല്ലേ? ഇൻറ്റിജേഴ്സിലെ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. 5, 3 and -3 ബോത്ത് ബിലോങ് ടു ഇൻറ്റിജേഴ്സ്. ശരിയാണ്. 3 - 3 ഇൻറ്റിജേഴ്സ് ആണ്. 6, ഓൾ ഹോൾ നമ്പേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ്. ശരിയാണ്. എല്ലാ ഹോൾ നമ്പേഴ്സും P/Q ഫോമിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. വേർ P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് റേഷണൽ നമ്പേഴ്സ് ആർ ഇൻറ്റിജേഴ്സ് ഓൺലി.
റേഷണൽ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആവണമെന്നില്ല, ഫ്രാക്ഷൻസ് ആവാമല്ലോ അല്ലേ? അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് √5 ഇസ് എ റേഷണൽ നമ്പർ സിൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് √5/1. നമ്മൾ പറഞ്ഞു, നേരത്തെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞതാണ്, √5/1 പ്രസൻറ്റ് ചെയ്യാമെങ്കിലും അത് ഒരിക്കലും റേഷണൽ നമ്പേഴ്സ് അല്ല. കാരണം റേഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ പ്രകാരം P/Q എന്ന് എഴുതാൻ പറ്റിയാൽ മാത്രം പോരാ, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആവണം. ഇവിടെ √5/1 എന്ന് പറയുന്നതിൽ √5 ഇൻറ്റിജർ അല്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 0 ഇസ് എ റേഷണൽ നമ്പർ സിൻസ് 0 is 0/1. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 0 റേഷണൽ നമ്പറാണ്, കാരണം 0/1 എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. അവിടെ 0യും 1ഉം ഇൻറ്റിജേഴ്സാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് 22/7 ഇസ് എ റേഷണൽ നമ്പർ. ശരിയാണ്, 22/7 ഒരു റേഷണൽ നമ്പറാണ്. അത് പൈ അല്ല എന്ന് ഓർക്കണം കേട്ടോ. പൈ ആണെങ്കിൽ അത് റേഷണൽ നമ്പറാണ്. അപ്പോൾ 22/7 റേഷണൽ നമ്പറാണ്, ശരിയാണ്. അടുത്തത് പൈ ഇസ് ഇൻ റേഷണൽ നമ്പർ. ശരിയാണ്, പൈ ഒരു ഇറേഷണൽ നമ്പറാണ്. അടുത്തത് 4/3 = 1.333. ഇറ്റ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് റേഷണൽ നമ്പർ. നോൺ ടെർമിനേറ്റിംഗ് റേഷണൽ നമ്പറുണ്ട്, ടെർമിനേറ്റിംഗ് റേഷണൽ നമ്പറുണ്ട്. അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ശരിയാണ്. 4/3 ഡിവൈഡ് ചെയ്താൽ 1.33 എൻഡ്ലെസ് ആയിട്ട് അതിങ്ങനെ പോവും. അപ്പോൾ അത് നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള റേഷണൽ നമ്പറാണ്, ശരിയാണത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 ആണ്, എക്സെട്ര ആണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ 0 കൂടി ചേരുന്നതാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പറിൽ പെടും, ശരിയല്ല? രണ്ടാമത് ഓൾ എന്നാൽ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിവേഴ്സ് ശരിയല്ല. ഓൾ ഹോൾ നമ്പേഴ്സ് ആർ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം 0 അവിടെ ഉണ്ട്. രണ്ടാമത്തത് ഓൾ ഹോൾ നമ്പേഴ്സ് ആർ ഇൻറ്റിജേഴ്സ്. ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ -1 -2 -3 എക്സെട്ര ചേർക്കുമ്പോഴാണ് അത് ഇൻറ്റിജേഴ്സായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോൾ നമ്പേഴ്സ് എല്ലാം തന്നെ ഇൻറ്റിജേഴ്സ് ആണ്, എന്നാൽ തിരിച്ച് ഇൻറ്റിജേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് അല്ല, ശരിയല്ല? ഇനി മൂന്നാമത്തത് ഓൾ ഇൻറ്റിജേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. നമുക്കറിയാം എല്ലാ ഇൻറ്റിജേഴ്സിനെയും P/Q വേർ Q ≠ 0 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. P-യും Q ഇൻറ്റിജേഴ്സ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാത്തിൻ്റെയും വാല്യൂ /1 എന്ത് തന്നെയാണ്, ആ വാല്യൂ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. Q ആണെങ്കിൽ 0 അല്ലതാനും. അപ്പോൾ ഓൾ ഇൻറ്റിജേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്നാൽ റേഷണൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഇൻറ്റിജേഴ്സ് അല്ല, അത് ഓർക്കണം. പിന്നെ ഓൾ റേഷണൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും റിയൽ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം എല്ലാ റേഷണൽ നമ്പേഴ്സും അതുകൊണ്ട് തന്നെ ഇൻറ്റിജേഴ്സും ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പറും എല്ലാം തന്നെ ഈ നമ്പർ ലൈനിൽ വരുന്നതാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്നാൽ തിരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെയും തെറ്റാണ്. ഓൾ റിയൽ നമ്പേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം റിയൽ നമ്പേഴ്സിൽ ഇറേഷണൽ നമ്പേഴ്സ് കൂടിയുണ്ട്, അത് അറിയാമല്ലോ. √5 √2 പൈ ഇതൊക്കെ തന്നെ ഇറേഷണൽ നമ്പേഴ്സാണ്. P/Q എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. ഓക്കെ, പിന്നെ റേഷണൽ നമ്പേഴ്സിൽ വേറെ ഈ നാച്ചുറൽ നമ്പർ, ഇൻറ്റിജർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ അല്ലാതെ വേറെ ഏത് ടൈപ്പാണ് റേഷണൽ നമ്പേഴ്സ് ഉള്ളതെന്നും കൂടി നമ്മൾ നോക്കണം. അത് 2 കാറ്റഗറിയാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് P/Q. അതിൽ നമ്മൾ P-യെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെഫിനിറ്റ് നമ്പർ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ ഫിഗേഴ്സ് വരും. 1 2 3 4 അങ്ങനെ ഒരു ഡെഫിനിറ്റ് നമ്പർ ടെർമിനേറ്റിംഗ് ആയിട്ട് അത് റിക്കർ ചെയ്യില്ലാതെ ഡെസിമൽ ഫിഗേഴ്സ് വരും. ആ ഡിവിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ. അതിന് ചിലപ്പോൾ 1 2 3 4 5 അങ്ങനെ ഒരു ഡെഫിനിറ്റ് നമ്പർ നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽ ഫിഗേഴ്സ് വരുന്നതാണ് ഒരു ടൈപ്പ്. വേറൊരു ടൈപ്പ് ഏതാ? അത് ഒരു ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഏതാ? രണ്ടാമത്തേതിൽ റിക്കർ ചെയ്തും കൊണ്ട് ഡെസിമൽ ഫിഗേഴ്സ് ഒരേ സെറ്റ് ഒന്നുകിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംഖ്യ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 3 ഡെസിമൽ കഴിഞ്ഞിട്ട് 3333 അല്ലെങ്കിൽ 35353535 അല്ലെങ്കിൽ 358 അപ്പോൾ റിക്കറിങ് നോൺ എൻഡിങ് ടൈപ്പായിട്ട് റിക്കറിങ് ആയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന തരത്തിൽ വേറൊന്നും വരും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് റേഷണൽ നമ്പേഴ്സ് കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഡെഫിനിറ്റ് നമ്പർ നോൺ റിക്കറിങ് ആയിട്ടുള്ള ഡെസിമൽ ഫിഗേഴ്സ് വരുന്നത്
വെനെവർ ദ ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദ ഫോം 2 to the power m 5 to the power n ആവുമ്പോഴാണ് 2 to the power m into 5 to the power n where m and n are whole numbers. m and n are natural numbers എന്നല്ല പറഞ്ഞത്, m and n are integers എന്നല്ല പറഞ്ഞത്. കാരണം അത് 0 1 2 3 എക്സെട്ര ആവാൻ പറ്റുള്ളൂ, നെഗറ്റീവ് നമ്പേഴ്സ് ആവാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. 2 to the power m into 5 to the power n. അപ്പോൾ അത് 2 to the power 0 into 5 to the power 1 ആണെങ്കിൽ എന്താവും? 2 to the power 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 5 to the power 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 5 ആവുക. അവിടെ ഡെഫിനിറ്റ് നമ്പർ ഡെസിമൽ ഫിഗേഴ്സേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 2 to the power 1 5 to the power 0 ആണെങ്കിലോ അപ്പോൾ എന്ത് സംഭവിക്കും? 2 into 0 എന്ന് 2 into 1 എന്ന് വരും. അപ്പോൾ 2 ഡിവിഷൻ വാല്യൂ ആയി വരിക. അതും അല്ലെങ്കിൽ 2 to the power 1 5 to the power 1 എന്ന് വരിക. ഈ 5 10 എന്ന് വരും. അപ്പോഴും ഡെഫിനിറ്റ് നമ്പർ ഡെസിമൽ ഫിഗറേ വരുള്ളൂ. അതല്ലെങ്കിൽ 2 to the power 2 2 to the power 3 2 to the power 4 അങ്ങനെ മാത്രം വരിക. അല്ലെങ്കിൽ 5 to the power 1 5 to the power 2 5 to the power 3 എന്ന് വരിക. അവയുടെ ഏത് കോമ്പിനേഷനും വരാം. ഇങ്ങനെയൊക്കെ വന്നാൽ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഡെസിമൽ ഫിഗേഴ്സേ വരുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അവിടെ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെ വരാവുന്ന ഡെസിമൽ ഫിഗേഴ്സിൻ്റെ മാക്സിമം എണ്ണം 2ൻ്റെ പവർ m 5യുടെ പവർ n അല്ലേ, m n അതിൽ ഹയസ്റ്റ് നമ്പർ ഏതാണോ അതായിരിക്കും മാക്സിമം നമ്പർ ഡെസിമൽ ഫിഗേഴ്സ് വരിക എന്നൊരു റൂൾ കൂടി പറയുന്നുണ്ട്. m n ഇപ്പോൾ 2 to the power 0 5 to the power 3 ആണെന്ന് കരുതൂ. അപ്പോൾ മാക്സിമം നമ്പർ ഡെസിമൽ ഫിഗേഴ്സ് വരിക 3 ആയിരിക്കും. അത് ഇന്നതിനുള്ള പ്രശ്നം m ആണോ n ആണോ എന്നുള്ളത് പ്രശ്നമല്ല. അതിൽ ഏതാണോ വലിയ സംഖ്യ അത്രയും ഡെസിമൽ ഫിഗേഴ്സ് വരികയാണ് മാക്സിമം വരിക. കുറയാം, പക്ഷെ കൂടാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്താ? അടുത്തതിൽ റിക്കറിങ് ആണ് അല്ലേ. റിക്കറിങ് നോൺ സ്റ്റോപ്പ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അവിടെ നോൺ ടെർമിനേറ്റിംഗ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു റൂളുണ്ട്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ബ്ലോക്ക് ഒരു സെറ്റ് ഓഫ് നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത്. ഒന്നുകിൽ ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ 2 നമ്പർ അല്ലെങ്കിൽ 3 നമ്പർ 4 നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് അവിടെ വരുന്നത്. അവിടുത്തെ റൂൾ എന്താ വെച്ചാൽ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്താണോ മാക്സിമം റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ വരുന്ന മാക്സിമം എണ്ണം സംഖ്യകൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ n ആണെങ്കിൽ n-1 ആയിരിക്കും. ഇപ്പം നിങ്ങൾ 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പരമാവധി റിപ്പീറ്റ് ചെയ്യുന്നത് 11 വരെയുള്ള സംഖ്യകളുടെ ബ്ലോക്കായിരിക്കും റിപ്പീറ്റ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്നത് 7 കൊണ്ടാണെങ്കിൽ റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ ആവർത്തിച്ച് വരുന്ന ബ്ലോക്സിൽ പരമാവധി 6 സംഖ്യകൾ വരെയാണ് ഉണ്ടാവുക. അവിടെ അങ്ങനെ അത് മാക്സിമം ആണ് പറയുന്നത് കേട്ടോ. അതിനേക്കാൾ കുറയാം, കൂടാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത സെക്ഷനിൽ കാണും. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ റിയൽ നമ്പേഴ്സിൽ അവശേഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറേഷണൽ നമ്പേഴ്സ് ആണ്. ക്യൂ ഡാഷ് എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യൂ ഡാഷ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വേർ p and q ആർ ഇൻറ്റിജേഴ്സ്, അത് നടക്കില്ല. അതാണ്. അപ്പോൾ അതിന് ഉദാഹരണമാണ് √2 √3 √5 √4 വരില്ല. കാരണം 4 എന്ന് പറഞ്ഞത് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, 2ൻ്റെ പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ 2 എന്ന് കിട്ടുമല്ലോ അല്ലേ. അതുകൊണ്ട് അത്തരം കേസുകൾ ഒഴിച്ചിട്ടുള്ള സ്ക്വയർ റൂട്ട് വാല്യൂ ആവാം, ക്യൂബ് റൂട്ട് വാല്യൂ ആവും. ക്യൂബ് റൂട്ട് 27 പറ്റില്ല, അത് പെർഫെക്റ്റ് ക്യൂബാണ് 27. അതുകൊണ്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ 3 വരും. അപ്പോൾ അങ്ങനത്തത് ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി വരുന്ന സ്ക്വയർ റൂട്ട് വാല്യൂയും ക്യൂബ് റൂട്ട് വാല്യൂ ഒക്കെ ഇതിൽ പെടും. പിന്നെ പൈ തുടങ്ങിയിട്ടുള്ള വാല്യൂ ഇതൊക്കെ തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഡെസിമൽ ഫിഗേഴ്സ് നോൺ റിക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഒരേ പാറ്റേൺ, നിങ്ങൾക്കൊരു ഡെഫിനിറ്റ് പാറ്റേൺ അവിടെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിങ്ങനെ നിരന്തരം മാറിയും കൊണ്ടിരിക്കും, അനന്തത വരെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. പൈയുടെയൊക്കെ എത്ര മില്യൺ ഡെസിമൽ വരെ കണ്ടുപിടിച്ചിട്ട് ഇതുവരെ ഒരു റിക്കറിങ് പാറ്റേൺ അതിൽ കണ്ടുപിടിച്ചിട്ടില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ലാസ്റ്റ് ഈ നമ്മൾ നമ്പർ ലൈനിൽ പറയുവാനുള്ള ബാക്കി. ഇത്രയും കാര്യങ്ങളാണ്. നമ്മളിനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, നോക്കൂ, നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, 5/2. ഈ 2നെ നമുക്ക്
2 to the power 1 into 5 to the power 0 എന്ന് എഴുതാമല്ലോ. 2 to the power 1 into 5 to the power 0 എന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 to the power m into 5 to the power n, where m and n are whole numbers. 0യും 1ഉം whole numbers ആണ്. അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്താണെന്നാ പറഞ്ഞത്? ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ ഫിഗേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഡെസിമൽ ഫിഗേഴ്സ് റിക്കർ ചെയ്യില്ല, ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, 2.5 5/2 അല്ലേ, 2.5 എന്ന് കിട്ടും. അവിടെ വേറൊരു കാര്യം ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വരുന്ന ഡെസിമൽ ഫിഗറുകളുടെ മാക്സിമം എണ്ണം ഈ പവറുകളാണ് തീരുമാനിക്കുക. ഏത് പവറാണോ കൂടിയ പവർ, ആ സംഖ്യ അത്രത്തോളാണ് മാക്സിമം വരിക. ഇവിടെ ഇപ്പോൾ 1 ആണ് മാക്സിമം, 1ഉം 0ഉം കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒറ്റ ഡെസിമൽ ഫിഗറേ അവിടെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക, 83/20. ഇതിൽ 20 നമുക്ക് 4 5 20 അപ്പോൾ 2 to the power 2 into 5 to the power 1 എഴുതാമല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ 83/20 ചെയ്താൽ 4.15 എന്ന് കിട്ടും. ഇവിടെ പവേഴ്സിൽ 2 ആണ് കൂടുതൽ. അപ്പം മാക്സിമം ഫിഗേഴ്സ് എത്രേ വരാൻ പാടുള്ളൂ? 2 വരാൻ പാടുള്ളൂ. ഇവിടെ അതാണ് 1.5 എന്നാണ് വന്നത് കേട്ടോ, 2 ഫിഗേഴ്സേ വന്നിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ഉദാഹരണം 1154/8 എന്നെടുത്തു. അതിന് ഡിനോമിനേറ്റർ നമുക്ക് എന്താണെന്ന് എഴുതാം? 2 to the power 3 into 5 to the power 0 എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 144.25 എന്നാണ്, അത് ടെർമിനേറ്റിംഗ് ആണ് കിട്ടുന്നത്. ഇവിടെ പവേഴ്സ് എന്തൊക്കെ? 3 0 എന്നാണല്ലോ. അപ്പോൾ കണ്ടീഷൻ എന്താ? മാക്സിമം സംഖ്യ ഡെസിമൽ ഫിഗേഴ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 3 ആയിരിക്കും ഈ കണ്ടീഷൻ. പക്ഷേ ഇവിടെ ഒരു 2 ഫിഗറേ വന്നിട്ടുള്ളൂ. അത്ര ഉണ്ടാവുമെന്ന് നിർബന്ധമല്ല, മാക്സിമം ആണ് പറഞ്ഞത്. അത് 3 പാടുള്ളൂ. ഈ കേസിൽ അത് 2 വന്നിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ ഏത് ഉദാഹരണം എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഇനി നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിലോ, റിക്കറിംഗ് നോൺ ടെർമിനേറ്റിംഗ് ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് ആണെങ്കിലോ, ഉദാഹരണം നോക്കാം. 20/3. 20/3 എന്നുള്ളത് 20/3 to the power 1 എന്നല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 to the power m into 5 to the power n എഴുതാൻ പറ്റാത്ത കേസാണല്ലോ. അപ്പോൾ എന്താ കണ്ടീഷൻ? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയിരിക്കും, അല്ലേ? ഒരു നമ്പർ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ 1 സംഖ്യ ആവാം, 2 സംഖ്യ ആവാം, 3 സംഖ്യ ആവാം, എത്ര സംഖ്യ ആവാം, റിക്കറിംഗ് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇവിടെ ഇത് നമുക്ക് ചെയ്താൽ നമുക്കറിയാം 6.666. അപ്പോൾ റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ ഒറ്റ സംഖ്യയുള്ളൂ 6 എന്നുള്ളത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ മാക്സിമം സംഖ്യകൾ, റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ മാക്സിമം സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഈ സംഖ്യ തന്നെയാണ് തീരുമാനിക്കുക, അല്ലാണ്ട് പവറല്ല. ഇവിടെ 3 അല്ലേ, അപ്പൊ പരമാവധി വരാവുന്നത് 3 എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ 1 വന്നിട്ടുള്ളൂ. പരമാവധി എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് അത്ര ഉണ്ടാവും നിർബന്ധമായി ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. ഓക്കെ, വേറെ ഉദാഹരണം നോക്കൂ. 10/7. 10/7 നമ്മൾ ചെയ്താൽ നമുക്ക് 1.42851, വീണ്ടും 42851, ഇതാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1.42851 ബാർ എന്ന് കാണിക്കാൻ പറ്റും. ഇവിടെ റിപ്പീറ്റിംഗ് ഫിഗറുകളുടെ എണ്ണം 6 അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇവിടുത്തെ സംഖ്യ എത്രയാണോ അതിനേക്കാൾ 1 കുറവായിരിക്കും. ബേസ് തന്നെയാണ്, പവറല്ല. ബേസിലെ സംഖ്യ എത്രയാണോ അതിനേക്കാൾ 1 കുറവായിരിക്കും റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ നമ്പറുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ 7 ആയതുകൊണ്ട് 6 സംഖ്യ റിപ്പീറ്റ് ചെയ്യുള്ളൂ. അഥവാ 13 ആണെങ്കിൽ 12 സംഖ്യയാണ്, ഡിനോമിനേറ്റർ 13 ആണെങ്കിൽ 12 സംഖ്യയെ റിപ്പീറ്റ് ചെയ്യുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഉദാഹരണം. അതുകൊണ്ടാണ് ഞാൻ 10/7 തന്നെ എടുത്തത്. മാക്സിമം നമ്പർ ഇത് n ആണെങ്കിൽ, ഡിനോമിനേറ്റർ n ആണെങ്കിൽ n-1 ആണ് റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ മാക്സിമം പോസിബിൾ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ സെക്ഷനാണ് ഇതിനോടനുബന്ധമായി പറയേണ്ടത്. അത് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ കേസാണ്. ഓക്കെ.